ഹലോ, ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇതൊരു അടിപൊളി പുഡിങ്ങാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. പുഡിങ് ഉണ്ടാക്കാൻ ഒരു കടായിലേക്ക് 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം. ഇനി അതൊന്ന് അരിഞ്ഞ് വരട്ടെ. ജസ്റ്റ് ഒന്ന് പാൽ ചൂടായി കഴിഞ്ഞാൽ 3/4 കപ്പോളം കോൺഫ്ലവർ ആട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണേ. സ്പാച്ചില കൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. കട്ടകളൊക്കെ നീക്കി കളഞ്ഞു. പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് കുറുക്കിയെടുക്കാൻ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പെട്ടെന്ന് തന്നെ സെറ്റാവും കേട്ടോ. ഏകദേശം ഇതാണ് അതിൻ്റെ പാകം. ഇനി ഇത് ചൂടാറുന്നതിനേക്കാളും മുന്നേ തന്നെ നമുക്കൊരു പാത്രം സെറ്റാക്കിയിട്ട് അതിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൽ ഇച്ചിരി ഓയിൽ എന്തെങ്കിലും തടവണേ. 1/2 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് പിന്നെ നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുഡിങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളിയായില്ലേ കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും സൂപ്പറാണേ. ഇനി ഈ പുഡിങ് നല്ല ക്യൂബാക്കി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാലോ പുഡിങ് എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത പുഡിങ് പാൽപ്പൊടിയിലിട്ടിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാവേ. ഇതുപോലെ പാൽപ്പൊടിയിലിട്ടിട്ട് നമുക്കതൊന്ന് പൊതിഞ്ഞെടുക്കാം. പാൽപ്പൊടി ഇട്ട് പൊതിയുമ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ, നല്ല രുചിയാണ്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി. ഇനി അച്ഛന് കൊടുത്തു നോക്കാവേ. അച്ഛാ, ഇന്നത്തെ മിൽക്ക് പുഡിങ്. കട്ടൻ ചായന്റെ കൂടെ കഴിക്കാൻ പറ്റില്ല, എന്നാലും എങ്ങനെയുണ്ട് അച്ഛാ? എന്താ പേര് പറയാ? മിൽക്ക് പുഡിങ്. പാലിന്റെ പുഡിങ്. എല്ലാം ഇതിവിടെ ഉണ്ടാക്കിയല്ലേ? ബേക്കറിന്ന് വാങ്ങിയ അതേ ടേസ്റ്റ് കിട്ടാ. അതെ, നല്ല രസമുണ്ടല്ലേ? ആരുടെ ഇഷ്ടായ പുഡിങ്? രസണ്ടാ? സൂപ്പറാ പറയും. സൂപ്പറാ.